ഹലോ ഗൈസ്, വെൽക്കം ടു പ്ലീറ്റ്സ് ആൻഡ് പെറ്റൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ സ്റ്റിച്ചസും ഫോക്കസ്ഡ് ആയിട്ട് നോക്കും. അതായത് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഓരോ ക്ലാസ്സസ് ആയിട്ട് ഞാൻ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ തുടങ്ങി നമ്മൾ ഇതിൻ്റെ ഓരോ ബേസിക് സ്റ്റിച്ചസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ അധികം സമയമോ അല്ലെങ്കിൽ അധികം ചിലവോ ഒന്നുമില്ല. പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടതൊരു ഹൂപ്പാണ്. അപ്പോൾ ഹൂപ്പ് എന്ന് പറയുമ്പോൾ പല സൈസസിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ മെറ്റീരിയൽ ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ലൂസായി പോയില്ല, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലൂസാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാ കടയിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹൂപ്പ് എങ്ങനെയാണ് മെറ്റീരിയലിൽ ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ത്രെഡിൻ്റെ കാര്യം പറയുവാനാണെങ്കിൽ, ത്രെഡ് എന്ന് പറയുമ്പോൾ 6 സ്റ്റാൻഡ്സിൻ്റെ ഈ ഒരു ത്രെഡാണ് നമ്മൾ എടുക്കുക. ഇതിപ്പോൾ എടുത്തേക്കുന്ന രംഗോലി ത്രെഡാണ് കേട്ടോ. ഇതിനധികം പൈസ ഇല്ല, 5 രൂപ 6 രൂപ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ വേറെ കൂടിയ ത്രെഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ നമ്മളൊരു ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഈ രംഗോലിയുടെ ത്രെഡ് തന്നെയായിരിക്കും നല്ലത്. ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്ത് പഠിക്കാം. ആൻഡ് പിന്നെ പറയാനാണെങ്കിൽ, ഈ നൂല് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഈ നൂലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ 6 സ്റ്റാൻഡ്സ് ആക്കി എടുക്കേണ്ടി വരും. അതായത് ഒരു വട്ടം സൂചിയിലൂടെ കയറ്റിയിട്ട് വീണ്ടും നമ്മൾ സ്റ്റാൻഡ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 6 സ്റ്റാൻഡ്സ് എന്തായാലും എടുത്താലേ ഈ ഒരു ത്രെഡാണെങ്കിൽ 3 സ്റ്റാൻഡ്സ് എടുത്താൽ മതിയാവും. ഈ ഒരു നമ്മുടെ സാധാ നൂലാണെന്നുണ്ടെങ്കിൽ ഒരു 6 സ്റ്റാൻഡ്സ് എടുത്തേ പറ്റുള്ളൂ കേട്ടോ. 6 സ്റ്റാൻഡ്സ് എടുത്താലാണ് നമുക്ക് ആ ഒരു ചെയ്യുമ്പോൾ കട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലും നല്ലത് നമുക്ക് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് മേടിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കടയിലും കിട്ടുന്നതാണ് കേട്ടോ. അടുത്തുള്ള ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും നമുക്ക് ഈ ഐറ്റംസ് കിട്ടും. ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറഞ്ഞാൽ മതി, അവരെടുത്ത് തരും. പിന്നെ ഈ ഹൂപ്പാണെങ്കിലും നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അധികം റേറ്റും വരുന്നില്ല. ഹൂപ്പിനാണെങ്കിലും 50 രൂപയോ 40 രൂപയോ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നീഡിലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഈ നീഡിൽ അത്യാവശ്യം വലിയ നീഡിലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കുഞ്ഞായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ നീഡിലാണ്. ഈ ഒരു നീഡിലിൻ്റെ സൈസ് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ നീഡിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരെടുത്ത് തരും. ഈ ഒരു വലിയ നീഡിൽ എടുത്ത് തരും. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ 14 നീഡിൽ മേടിക്കുന്നതായിരിക്കും സ്യൂട്ടബിൾ. നമുക്ക് വലിയ നീഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.